ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾക്ക് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇന്നലെ നല്ല ടേസ്റ്റി ആയ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി നിങ്ങൾക്ക് എത്രത്തോളം എണ്ണം വേണോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള നമ്മൾ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു ഫ്ലേവറിനാണ് കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. ഈ ബൗളിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കൊന്ന് എണ്ണ ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ കൂട്ടിൽ നിന്നും 1/3 ഒരു ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 3 മുട്ടല്ലേ പൊട്ടിച്ച് വെച്ചത്. അപ്പോൾ ഒരു മുട്ടയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചപ്പാത്തിയിൽ നിന്നും ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു അര സെക്കൻഡൊക്കെ ഒന്ന് ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി നമ്മൾ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇത് കുക്കാവാനൊന്നുമില്ല. ഈ ഒരു മുട്ട കുക്കാവുന്ന ടൈം മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മയോണൈസൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു മയോണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ വെച്ചിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 ചപ്പാത്തി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടിൽ നിന്നും 1/3 ഒരു ഭാഗം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ഫില്ലിങ് നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ കഴിക്കാവുന്നതാണ്. ഇത് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.